പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. 10 മാനുകൾ ചത്തു. തെരുവുനായയുടെ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം പണികൾ പൂർത്തീകരിക്കാതെ, സുരക്ഷാ ഓഡിറ്റിംഗ് പോലും നടത്താതെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടത്തിയ ഉദ്ഘാടന മാമാങ്കമാണ് പുത്തൂരിൽ അരങ്ങേറിയത് എന്ന് കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് ആരോപിച്ചു. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വെറും ഒരു തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയത്. ഈ സെൻട്രൽ സുവോളജിക്കൽ അതോറിറ്റി ഈ സുവോളജിക്കൽ പാർക്ക് 20/5/2024 വരെയാണ് താൽക്കാലിക പെർമിറ്റ് കൊടുത്തിരുന്നത്. ആ 24 താൽക്കാലിക പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞു. അന്ന് അവർ പറഞ്ഞ് 26 ഐറ്റത്തിന്റെ പണി ഇവിടെ പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെർമനന്റ് ആയിട്ട് ഇത് പെർമിഷൻ സെൻട്രൽ സുവോളജിക്കൽ അതോറിറ്റിയിൽ കിട്ടുകയുള്ളൂ. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ 26/6/2025 മുതൽ 6 മാസത്തേക്കാണ് മൃഗങ്ങളെ മാറ്റാൻ സമയം കൊടുത്തത്. അത് ഈ ഡിസംബർ 26-ാം തീയതി കാലാവധി കഴിയുകയാണ്. ഇപ്പോഴും 460 മൃഗങ്ങളെ മാറ്റിയിട്ടില്ല. എവിടുന്ന്? തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് മൃഗശാലയിൽ നിന്ന് മാറ്റിയിട്ട്. വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മൾ സുരക്ഷാ ഓഡിറ്റിംഗ് ചെയ്യണം. അതുപോലെ സെൻട്രൽ PWDയുടെ പെർമിഷൻ കിട്ടണം. ഈ ബിൽഡിങ്ങുകൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. വലിയ സുരക്ഷാ വീഴ്ചയാണ്. എത്രയോ കുട്ടികളും മറ്റേ കാഴ്ചക്കാരുമായിട്ടാണ് ഇവിടെ വരാൻ പോകുന്നത്. അവർക്കൊക്കെ അപകടം ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ പട്ടിക്കൂട്ടം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മൃഗങ്ങൾക്കും പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് വരുന്ന അവസ്ഥയല്ലേ? അപ്പോൾ ഈ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താത്തതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ സുരക്ഷാ